ചേട്ടാ, ഇത് മാർച്ച് മാസമാണ്. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് മാർച്ച് 9-ാം തീയതി. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയിപ്പോൾ വെറും 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച പദ്ധതികൾ പലതും, ബജറ്റിൽ കൊട്ടിഘോഷിച്ച പദ്ധതികൾ പലതും ഒരിടത്തും എത്താതെ നിൽക്കുകയാണ്. എന്താണ് ഇങ്ങനെ പോകുന്നത്? അതായത് പ്രശാന്ത്, നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഒരിക്കൽ കൂടി ഭരണം കിട്ടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പമുള്ള ഈ മന്ത്രിസഭയിലെ ആൾക്കാർക്കും ലക്ഷ്യമുള്ളൂ. ജനത്തെ പറ്റിക്കുക. ഇപ്പോൾ വന്നിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സാധാരണ ജനത്തെ പറ്റിക്കാനായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റ് പറ്റിക്കൽ ബഡ്ജറ്റാണ് ഈ വന്നിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ജനത്തിനുണ്ട്. അപ്പോൾ പ്രശാന്ത്, നമ്മളിതിൽ അത് ചോദിച്ചിരിക്കുന്ന, നമ്മൾ ഇവിടുന്ന് കേന്ദ്രത്തോട് ചോദിക്കുന്ന വിഹിതം എത്ര, അനുവദിച്ചിരിക്കുന്ന വിഹിതം എത്ര, അതൊന്നും നമുക്ക് പറയാം. അല്ല, ഈ കേന്ദ്രത്തോട് ചോദിച്ചതിൽ അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചോദിച്ചതിന് 28% മാത്രമേ ഉള്ളൂ. കേന്ദ്രം പൂർണ്ണമായിട്ടും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു 50% കൊടുത്തിട്ടില്ല. 28% മാത്രമാണ് കേന്ദ്ര ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള. അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ പദ്ധതി അടങ്കൽ തുക നമുക്ക് ലഭിച്ചിട്ടുള്ളത് 42,654 കോടിയാണ്. ഓർക്കണം, 42,654 കോടി രൂപ നമ്മൾക്ക് കിട്ടിയപ്പോൾ അതിൽ നമ്മളാകെ ചെലവിട്ടുള്ളത് 21,097. അതായത് 42,654 ലഭിച്ചപ്പോൾ 21,097 രൂപ മാത്രമാണ് നമ്മൾ അടങ്കൽ പദ്ധതിയായിട്ട്, ആകെ പദ്ധതി അടങ്കലായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ 49.46% ആണ്. മനസ്സിലായില്ലേ? പിന്നെ സംസ്ഥാന പദ്ധതി അടങ്കലായിട്ട് വരുന്ന 23,285 കോടി പദ്ധതി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 56.40 അതായത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ കണക്കിൽ 13,133 കോടി രൂപയാണ് 23,285 കോടി രൂപ അടങ്കൽ തുക ആയിട്ട് വരേണ്ട സ്ഥലത്ത് വന്നിട്ടുള്ളത്. ഇനി തദ്ദേശീയമായി നോക്കുകയാണെങ്കിൽ 9,215 കോടി രൂപ അടങ്കലുള്ളിടത്ത് ചെലവിട്ടിരിക്കുന്നത് വെറും 3,850 കോടി രൂപയാണ്. അതായത് അതും നോക്കുകയാണെങ്കിൽ 41.78% ആണ്. പിന്നെ കേന്ദ്ര പദ്ധതി അടങ്കലായിട്ട് വന്നിരിക്കുന്നത് 9,154, അവിടെ തന്നെ 4,115 കോടി, അതായത് 44.95 ആണ് ഈ പറയുന്ന ബജറ്റിൽ കിട്ടിയിട്ടുള്ള തുകയും അടങ്കൽ തുകയും ചെലവിട്ട തുകയും. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ മാത്രമായിട്ട് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഒരു 28% കൂടി പറയണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല, ഇതൊക്കെ ചെലവാക്കിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് 28% കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആ കിട്ടിയ 28% പോലും ഇവിടെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇനിയിപ്പോൾ ചേട്ടൻ്റെ കാഴ്ചയിൽ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് പ്രശാന്ത്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സർക്കാർ ഞങ്ങൾക്ക് ചോദിക്കുന്നത് ഞങ്ങൾക്ക് തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല, ഞങ്ങളെ പിടിച്ച് ഞെക്കി കൊന്നുകൊണ്ടിരിക്കുവാണ്, ഞങ്ങൾക്ക് കിട്ടുന്ന വിഭവങ്ങൾ കുറവാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ കേന്ദ്രത്തോട് വിഹിതം ചോദിക്കുകയും അവിടുത്തെ രാഷ്ട്രീയം, BJP രാഷ്ട്രീയവും ഇവിടുത്തെ രാഷ്ട്രീയം, BJP രാഷ്ട്രീയം, കേന്ദ്രം ഭരിക്കുന്ന BJPയും ഇവിടെ കേരളം ഭരിക്കുന്ന CPM, അത് അവരങ്ങനെ ചെയ്യുള്ളൂ. കാര്യം BJP സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ തേനും പാലും ഒക്കെ ഒഴുകി കൊടുക്കാൻ അവർക്ക് അത്രയ്ക്കൊന്നും ബോധമില്ലാത്തവരൊന്നുമല്ല. അവരെ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിലും അതൊക്കെ അവർക്ക് കൊടുക്കാനും, മധ്യപ്രദേശിലായാലും ഉത്തർപ്രദേശിലായാലും, അല്ലാതെ ഇനിയിപ്പോൾ അവർ ഭരിക്കുന്നിടത്ത് അവർ കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുന്ന വിധത്തിൽ മുഖ്യമന്ത്രി കാർ എത്ര തവണ മാറി? ഇപ്പൊ കാർ എത്ര തവണ മാറി? എത്രാമത്തെ കാറാണ്? ദേവി, എനിക്ക് ക്ഷമിക്കുക, കാര്യം എനിക്ക് പുതിയ ഐറ്റം കാറുള്ള പേരൊന്നും പെട്ടെന്ന് പറയാറില്ല. ഒരു പ്രായമുള്ള മനുഷ്യ വെച്ചാൽ ഈ പ്രായമുള്ള മനുഷ്യന് എന്റെ പ്രിയ സുഹൃത്തെ, ഇവിടെ ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് വേറെയും മുഖ്യമന്ത്രിമാരെ. ഇത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നാ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പുതിയ വണ്ടി കിയ കാർണിവലാണ് കേട്ടോ. എനിക്കറിയില്ല. അപ്പോൾ അത് എന്റെ സുഹൃത്ത്, താങ്കൾക്ക് അതറിയാം, സന്തോഷം. പക്ഷെ എനിക്കത് അറിയില്ല, എനിക്ക് പറയാനറിയില്ല. കാര്യം ഞാൻ അത്ര കണ്ട് വലിയ ഈ പറയുന്ന രീതിയിൽ പോഷ് വാഹനങ്ങളൊന്നും എനിക്കുണ്ട്. ഒരു വാഹനം എനിക്കുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ശരി, ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ വേണ്ടത് നമുക്ക് കിട്ടുന്ന വിഹിതം എത്രയാണോ അത് വെച്ച് പോകണം. ഇവിടെ മന്ത്രിമാർക്ക് എത്ര തവണ കാറ് മാറി? പിന്നെ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തില് സംഗീതമുണ്ട് കേട്ടോ, സംഗീതമുണ്ട്. പശുക്കൾക്ക് സംഗീതമുണ്ട്. അദ്ദേഹത്തിന് കയറിപ്പോവാൻ ലിഫ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട കരുണാകരൻ ഇവിടെ കേരളം ഭരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നീന്തൽക്കുളം ഉണ്ടാക്കി. അന്ന് ആ നീന്തൽക്കുളം അടുത്ത് വരുന്ന മുഖ്യമന്ത്രി പട്ടിയെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആണല്ലോ ഇവിടെ ഭരിക്കുന്നത് ഏത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെയാ ജീവിക്കുന്നത് എങ്ങനെയാ? ഇത് രജനീകാന്തിന്റെ സിനിമയിൽ കൂടെ എന്താ പറയാ, എനിക്ക് പറയാനത് അറിയില്ല. ഈ പറയുന്ന രീതിയിൽ അങ്ങ് ചിലപ്പോൾ കൂടിപ്പോവും.
ചാടി ഇറങ്ങി തോക്കും കൊണ്ടൊക്കെ നിൽക്കുന്ന ചില കമാൻഡോകളില്ലേ, അത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ചേട്ടാ അത് ശരിക്കും പറഞ്ഞാൽ രക്ഷാപ്രവർത്തനമാണ് കേട്ടോ. ഈ ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്ക് നമ്മുടെ വിഷയം അതല്ല. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇതൊക്കെ പ്രഖ്യാപിച്ചതെന്ന് പറയുമ്പോൾ, തെരഞ്ഞെടുപ്പ് ഗുണ്ടെന്ന് പറയാം. അതെ, എങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കരാറുകാരുടെ ബില്ലുകൾ, അതായത് ട്രഷറി നിയന്ത്രണം വന്നതോടുകൂടി കരാറുകാരുടെ ബില്ലുകളെല്ലാം തന്നെ മുടങ്ങി കിടക്കുകയാണ്. ഈ റോഡ് കോൺട്രാക്ട് ഈ മാർച്ച് മാസത്തിലാണ് ആ പേയ്മെന്റ് ഒക്കെ ശരിയാവേണ്ടത്. ഇതെല്ലാം തന്നെ താറുമാറ കിടക്കുകയാണ്. അവരുടെ കുടുംബം തീരുമാനമായിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേന്ദ്രത്തിൽ നടക്കുന്ന കടവും നികുതിയേതര വരുമാനങ്ങളും എല്ലാം തന്നെ പൊക്കൊണ്ടിരിക്കുന്നത് ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ശമ്പളം, പെൻഷൻ, അതുപോലെ തന്നെ പലിശ എന്നിവ അടയ്ക്കാൻ മാത്രമാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത്താഴപ്പട്ടണിക്കാരന്റെ അടിവയറ്റിൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ പറയുന്ന റോഡ് പണി ഒരു ചെറിയ കാര്യം നമുക്ക് പറയാൻ പ്രശാന്ത്. ഈ റോഡ് പണി എന്നൊക്കെ പറയുന്നത് ശരിക്കും കോൺട്രാക്ടേഴ്സ് ഒക്കെ പാവങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവർ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചാണ് അവർ ഈ പണി ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് ചിലർ കള്ളന്മാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയില്ല. പക്ഷേ നമ്മൾ എല്ലാവരെയും കള്ളന്മാരെ നമുക്ക് പറയാനും കഴിയില്ല. അവർ ചെയ്യുന്ന ഇത് പണി പൂർത്തിയാക്കിയിട്ട് ഈ കാശിന് വേണ്ടി കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ പെൻഷൻ കൊടുക്കാനും സർക്കാർ ജീവനക്കാരുടെ വേതനം കൊടുക്കാനും മാത്രമേ ബഡ്ജറ്റിൽ കാശുള്ളതെന്നാണ് പറയുന്നത്. അതായത് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവെന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് എത്ര ശരിയാണെന്ന് നോക്കുക. പറഞ്ഞോളൂ. ഇനിയൊരു നടക്കുന്ന സത്യം കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പോ വലതുപക്ഷം വരണം, എല്ലാം ശരിയാക്കണം എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ, വലതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ അവർ വരാൻ പോകുന്ന ഒരു വലിയ ഞെരുക്കത്തിലേക്കും കൂടി പറയാതെ ഇതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം അടുത്ത വരുന്ന സർക്കാരിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. കാരണം ഇവിടുത്തെ സർക്കാർ 40,000 കോടി രൂപ ഒരു കടം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 40,000 കോടി രൂപ എന്തായാലും ഇത്തവണ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് പിണറായി വിജയൻ കുടുംബത്തിൽ നിന്ന് എടുത്ത് അടയ്ക്കുമെന്നൊക്കെ പ്രതീക്ഷയാണ് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഓർമ്മയുണ്ടാവും, പ്രശാന്തിന് ഓർമ്മയുണ്ടെന്നില്ല, ധവളപത്രം ചെയ്തിട്ടുണ്ട്. ധവളപത്രം, അതായത് A.K. ആന്റണി സർക്കാർ പോയി കഴിഞ്ഞിട്ട് ഇവർ ഭരണത്തിൽ കയറുമ്പോൾ അയ്യോ ഇവിടെതാ മുടിപ്പിച്ചിട്ട് പോയേ. കാര്യം A.K. ആന്റണി ഭരിക്കുമ്പോഴേ ഇതേപോലെ ട്രഷറി പൂട്ടിയുടെ അനുഭവം ഇരിക്കുന്നുണ്ട്. പിന്നെ കാര്യം നമ്മൾ വർക്ക് ചെയ്യുന്ന ഇറക്കി ഭയങ്കര വിഷയമുണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു. എലിസബത്തിന്റെ ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ പറയുന്ന A.K. ആന്റണി ഭരിക്കുമ്പോൾ നമ്മൾ മുണ്ട് മടക്കി ഉടുത്ത് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കമന്റ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. നമുക്ക് അത്ര കണ്ട് നമ്മൾ മുറുക്കി കൊടുത്ത് നമ്മൾ ജീവിക്കണം, ക്ഷമിക്കുക, മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ ജീവിക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കമന്റ് ഓർമ്മയുണ്ടല്ലോ. പിന്നെ തീർച്ചയായും എന്നിട്ട് എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഒരു പേഴ്സണൽ ബില്ല് മാറുന്നതിന് വേണ്ടിയിട്ട് ഈ സെക്രട്ടേറിയറ്റിൽ വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ ഞാൻ കയറി ഇറങ്ങിയത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിനും ഒരു ബില്ല് മാറുന്നതിന് വേണ്ടി ഞാൻ കയറി ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. അവസാനം ആ ഉദ്യോഗസ്ഥർ കനിഞ്ഞിട്ട് ആ പേപ്പർ എത്ര സ്ഥലങ്ങൾ എനിക്ക് ഇന്നും ആ ഉദ്യോഗസ്ഥരോട് എനിക്ക് ഭയങ്കര കടപ്പാടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. അടുത്ത വരാൻ പോകുന്ന ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിന്റെ നമ്മൾ പറയുമല്ലോ, ഈ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമല്ലോ, ഈ അടിവസ്ത്രം കീറുക എന്ന് പറയും. അത് ഞാൻ അത് പറയുന്നില്ല, നിക്കറ് കീറുക എന്ന് പറയും. അതായത് ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാലും അല്ലെങ്കിൽ ബുദ്ധി കൂടുതലുള്ള രാജീവും അല്ലെങ്കിൽ ബുദ്ധി കൂടുതലുള്ള MP രാജേഷും അവരെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരാ, വാഗ്മികളാണ്. വാക്കുകൾ ഉപയോഗിക്കുന്ന കേട്ട് ഞെട്ടിപ്പോവും. മലയാള ഭാഷാ നിഘണ്ടുവിൽ ഇത്രയധികം വേറെ വാക്കുണ്ടാവില്ല പ്രശാന്തേ, നമുക്ക് അറിയില്ല പ്രശാന്തേ, അവർക്കേ അറിയാവൂല്ല. അപ്പോ ഇങ്ങനെയുള്ള സഖാക്കൾ ഭരിക്കുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് കൂടി എത്ര രൂപയുടെ ബാധ്യത ഈ ചേട്ടന്മാർ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നു എന്നുള്ളത്. ഇനി കൂടുതൽ കാത്തിരിക്കാനൊന്നുമില്ല. എന്തായാലും എല്ലാ കാര്യത്തിലും ഏകദേശം തീരുമാനമുണ്ട്. നനഞ്ഞ പടക്കമാണ് എന്നത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്.